ഹരിയാനയിലെ മഹിളാ കോൺഗ്രസിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയുടെ പാർട്ട്ണർ ഭർത്താവ് ഇന്നലെ കഴിഞ്ഞ ദിവസം നടത്തിയൊരു വെളിപ്പെടുത്തലുണ്ട്. ആ വെളിപ്പെടുത്തൽ വളരെ അത്ഭുതപ്പെടുത്തുന്നൊരു വെളിപ്പെടുത്തലാണ്. ഹരിയാനയിലെ ബാബൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് AICC സംഘടനാ ജനറൽ സെക്രട്ടറിയായ ശ്രീ KC വേണുഗോപാലും ശ്രീ കൊടിക്കുന്നിൽ സുരേഷും 7 കോടിയിലധികം രൂപ തട്ടി എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതൃത്വത്തിനെതിരെ സീറ്റ് വെച്ച് പണം വാങ്ങി എന്നാണ് കോൺഗ്രസിൻ്റെ മഹിളാ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഹസ്ബൻഡ് വന്ന് പൊതുമധ്യത്തിൽ പറയുന്നു. ഇത് കോടികളുടെ കള്ളപ്പണമല്ലേ? ഈ വാങ്ങിയ കള്ളപ്പണം ഇവർ എവിടെയാണ്, എന്താണ് ചെയ്യുന്നത്? തെളിവുകളും അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. പണം ചോദിച്ചു പിറകെ നടന്ന് സീറ്റും കിട്ടിയില്ല, പണവും കിട്ടിയില്ല, ചതിക്കപ്പെട്ടു എന്ന നിലയിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇത് പറയാൻ തയ്യാറായത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വാങ്ങിയ പണം എവിടെ? ഇത് ഹരിയാനയിലെ ഒരു സീറ്റിൻ്റെ കാര്യമാണെങ്കിൽ AICCയെ മുൻനിർത്തിക്കൊണ്ട് ഈ പറയുന്ന ചില സംഘങ്ങളാണല്ലോ ഇന്ത്യയിലെമ്പാടുമുള്ള സീറ്റ് കച്ചവടം നടത്തുന്നത്. ഇപ്പോൾ ഒടുവിൽ നടന്ന ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ തന്നെ അഭിമാന പോരാട്ടമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുമായിരുന്ന ബീഹാർ, ആ ബീഹാറിൽ കോൺഗ്രസ് സീറ്റിന് വേണ്ടി പിടിവലി കൂടിയെന്നും അനർഹമായ സീറ്റുകൾ വാങ്ങിക്കൂട്ടിയെന്നും എന്നിട്ടോ അവിടെയെല്ലാം ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തി പരാജയപ്പെട്ടു പോയി എന്നും മഹാഗഡ്ബന്ധൻ്റെ നേതാക്കൾ തന്നെ അവിടെ വ്യക്തമാക്കിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പുറത്തു വന്നത് മഞ്ഞുമലയുടെ ഒരു അംശം മാത്രമല്ലേ? ഹരിയാനയിൽ നടന്ന സീറ്റ് കച്ചവടം എത്രയാ? ബീഹാറിൽ നടന്ന സീറ്റ് കച്ചവടം എത്രയാ? തെലങ്കാനയിൽ നടന്ന സീറ്റ് കച്ചവടം എത്രയാ? കർണാടകയിൽ നടന്നത് എത്രയാ? മഹാരാഷ്ട്രയിൽ നടന്നത് എത്രയാ? ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന സീറ്റ് കച്ചവടങ്ങൾ, അതിലൂടെ ഇവരൊക്കെ ഉണ്ടാക്കിയ കോടികൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ AICC ശ്രീ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും എല്ലാം തന്നെ ഇവരുടെ എല്ലാം മുമ്പിൽ കുറേ നോക്കുകുത്തികളാണ്. ആളുകളുടെ മുമ്പിൽ നേതാക്കൾ എന്ന നിലയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന കുറേ ആളുകളായി, 2 മുഖങ്ങളായി ഇങ്ങനെ ഗാന്ധി കുടുംബത്തിൻ്റെ പേര് ഇങ്ങനെ ഉപയോഗിക്കുകയാണ്. ഞാൻ അവരാരെങ്കിലും പണം വാങ്ങിയെന്ന് ഞാൻ ആരോപിക്കുന്നില്ല കേട്ടോ. പക്ഷേ അവരാരെങ്കിലും അറിഞ്ഞുകൊണ്ടാണ് ഇത് വാങ്ങുന്നതെന്നും ഞാൻ ആരോപിക്കുന്നില്ല. പക്ഷേ ഇതിനെയെല്ലാം നേരിടാൻ അശക്തരാണ് തങ്ങളെന്ന് നിലവിലുള്ള കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ സ്വയം പ്രഖ്യാപിക്കുകയാണ്. ശ്രീ രാഹുൽ ഗാന്ധി സ്വയം അദ്ദേഹം അശക്തനാണെന്ന് തെളിയിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി ഇവരുടെയൊക്കെ തടങ്കടയിലാണ് ജീവിക്കുന്നത് എന്ന് തെളിയിക്കുകയാണ്. ഇങ്ങനെയുള്ള ചതിയന്മാരുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു പാർട്ടി, ആ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ കൈക്കൂലി വാങ്ങുക, സീറ്റിന് വേണ്ടി കൈക്കൂലി വാങ്ങുക. വന്നിരിക്കുന്ന വിവരം വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ വിവരം പുറത്തു വന്നിട്ടും BJP ഭരിക്കുന്ന ഹരിയാന സംസ്ഥാന സർക്കാർ ഇതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാത്തത്? എവിടെ ED? ഈ കള്ളപ്പണ ഇടപാടിൻ്റെ വാർത്ത പുറത്തു വന്നിട്ടും BJP കേന്ദ്രങ്ങൾക്ക് മിണ്ടാട്ടമില്ല. എവിടെ ED? ഇത് കള്ളപ്പണ ഇടപാടല്ലേ? എവിടെ ED വന്നു?